ലോട്ടറി കച്ചവടക്കാരനായ അച്ഛൻ്റെയും ശ്രീലങ്കക്കാരി അമ്മയുടെയും രണ്ടാമത്തെ മകനായി തൃശൂരിൽ ജനിച്ച വേടൻ 30-കാരനായ ഹിരൺദാസ് മുരളി. ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിനു മുന്നിൽ ഇളകിമറിയുമ്പോൾ വേദി കീഴടക്കുന്ന കൊച്ചുപയ്യൻ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് റാപ്പർ ഹിരൺദാസ് കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കീഴടക്കി വേടനായി മാറിയത് അതിവേഗമാണ്. പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശും എത്തിയപ്പോൾ വേടൻ വഴിതെറ്റിപ്പോയെന്നാണ് പലരും പറഞ്ഞിരുന്നത്. കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്ന വേടൻ ഇന്നുണ്ടാക്കിയ പ്രശസ്തിയും പകിട്ടുമെല്ലാം തനിയെ നേടിയെടുത്തതാണ്. 25-ാം വയസ്സിൽ പുറത്തിറക്കിയ ഗാനം സൂപ്പർ ഹിറ്റായതോടെയാണ് വേടന്റെ ജീവിതം മാറിമറിയുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത്. അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. അമ്മ ശ്രീലങ്കക്കാരിയും. മുരളിക്കും ഭാര്യയ്ക്കും 3 മക്കളാണ് ജനിച്ചത്. മൂത്തവൻ ഹരിദാസ് മുരളി, രണ്ടാമത്തെ മകനാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്. കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിന്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത്. അവനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ. വളർന്നപ്പോൾ വേടൻ എന്ന ആ പേര് തന്നെ ഹിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ മറ്റുള്ളവർ കളിയാക്കി വിളിച്ച വേടൻ എന്ന വട്ടപ്പേര് സ്വയം തന്നോട് ചേർക്കുകയായിരുന്നു. അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്കും പോയിരുന്നു. സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതൽക്ക് സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിന്റെ പുതിയ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. കുട്ടിക്കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. ഭാര്യ പണ്ടു മുതൽക്കേ അസുഖക്കാരിയായിരുന്നു. വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടയിലാണ് മുരളിയും കുടുംബവും മുളങ്കുന്നത്ത് കാവിലെ വാടക വീട്ടിലേക്കും എത്തിയത്. അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കിയിരുന്നു. മകൻ ഉയർച്ചകളിലേക്ക് പോകവെയാണ് മുളങ്കുന്നത്ത് കാവിലെ വീട്ടിലേക്ക് കുടുംബം എത്തിയത്. 2 വർഷത്തോളമാണ് ഇവിടെ താമസിച്ചത്. അതിനിടെയാണ് അമ്മക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്നതും. പിന്നാലെ ചേട്ടന്റെ വിവാഹവും നടന്നു. എല്ലാവർക്കും കൂടി ആ വീട്ടിൽ താമസിക്കുകയെന്നത് ബുദ്ധിമുട്ടായതോടെയാണ് അതിനു തന്നെ അടുത്തുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ വീട് വേടൻ വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് മാറിയത്. ജോലി ആവശ്യങ്ങളുമായി വേടൻ എപ്പോഴും എറണാകുളത്ത് ആയതിനാൽ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും ഭാര്യയും അനുജത്തിയുമാണ്. എല്ലായ്പ്പോഴും ഇവിടെ വീട്ടുകാർക്കൊപ്പം കഴിയാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട്. കുട്ടികളെയും നായകളെയും ഏറെ സ്നേഹിക്കുന്ന വേടന് അവരെല്ലാം പ്രാണനാണ്. സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പോസ്റ്റുകളാണ് പങ്കുവെക്കുന്നതിലേറെയും.